ഇന്നലെ ഇട്ട പോസ്റ്റിന് താഴെ വന്ന കുറേ കമൻസ്. ആക്ച്വലി എനിക്ക് തൊണ്ട ഭയങ്കര പ്രശ്നമാണ്, വയ്യായ്മയുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. സൗണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ 2 ദിവസം വീഡിയോ ചെയ്യേണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്. സ്വരം പോയി, ആരെ കട്ടുകൊണ്ട് പോയി സ്വരം, അതുകൊണ്ടാണ്. അപ്പം അത് എക്സ്ക്യൂസ് ചെയ്യുക. ഇന്നലെ ഞാനിട്ട വീഡിയോയുടെ താഴെ കുറേയധികം കമൻസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം കമൻറ്റിൻ്റെ ഒരു ഇത് അടിസ്ഥാനം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ പൈസ പോയതിനെ പറ്റിയിട്ടുള്ള ആ ഒരു കാര്യം പറയാതെ ഖുറാനെ പറ്റിയൊക്കെ പറയണം. എനിക്ക് ഖുറാനികപരമായ വിദ്യാഭ്യാസമില്ല, അങ്ങനെ കുറേ. അത് ഈ ഞാൻ മറന്നുപോയൊരു കാര്യം എന്താണ്, ഞാൻ സംസാരിക്കുന്ന എക്സ് മുസ്ലിംസ് ടീമുകളോടാണ്, യുക്തിവാദികളെന്ന് അഭിനയിക്കുന്ന ടീമുകളോടാണ്. അവർക്ക് നമ്മൾ പറയുന്നതിൻ്റെ ഡെപ്ത് മനസ്സിലാവത്തില്ല. ഖുറാൻ ഞാനൊരു കൊല്ലോന്നല്ല, ഒരു ജന്മം മുഴുവൻ ഇരുന്ന് പഠിച്ചാലും തീരാത്ത അത്രയും കാര്യങ്ങളുണ്ട് എന്നാ പറഞ്ഞ. അങ്ങനെ പറഞ്ഞ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവൻ അല്പജ്ഞാനിയാണ് എന്നാണ് പറഞ്ഞത്. ലിയാഖത്തായാലും ആരിഫ് ഹുസൈൻ ആയാലും ജാമിദ ആയാലും അല്പജ്ഞാനികളാണ്. കിട്ടിയ കുറച്ച് ജ്ഞാനവും കൊണ്ടാണ് താടി ഇറങ്ങി വന്നിട്ടുള്ളത്. ഇപ്പോൾ ഏത് ഇതെടുത്താലും, ഏത് മതത്തിൻ്റെ സംഹിതകൾ എടുത്താലും എല്ലാത്തിലും തന്നെ നമ്മൾ പഠിച്ചെത്താൻ പറ്റുന്ന സംഗതികളില്ല. അരയും കുറയും മാത്രമേ നമുക്കറിയുള്ളൂ. ആ അര കുറ കഴിച്ചിട്ട് മതത്തിനെ നമുക്ക് വിലയിരുത്താൻ ഒക്കത്തില്ല. ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നുമുള്ള ആൾക്കാരുടെ പ്രവർത്തനങ്ങൾ വെച്ചിട്ടാണ് ആ മതത്തിനെ വിലയിരുത്തുക. അപ്പം ഞാനെന്ന വ്യക്തി ഏതൊക്കെ അർത്ഥത്തിൽ ജീവിച്ചു, എങ്ങനെയൊക്കെ ജീവിച്ചു, എനിക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ഈ മതം കൊണ്ടുണ്ടായി എന്നുള്ളതിൽ ഉണ്ട് ഞാൻ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത്. അതിന് കൂടുതലൊന്നും എനിക്കൊരു എക്സ്പ്ലനേഷൻ തരാനാകത്തില്ല. അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഡിബേറ്റിനല്ല ഇവിടെ ആരും ഞാൻ തയ്യാറല്ലല്ലോ, പണ്ടേ തയ്യാറല്ല. പക്ഷേ അവർക്ക് അങ്ങനെയാണ് താല്പര്യമെങ്കിൽ ഞാൻ അതിന് റെഡി എന്നാണ് പറഞ്ഞത്. അതിന് മുഴുവൻ പഠിക്കേണ്ട, ഒരു പോർഷൻ പറയുക. മുഴുവൻ പഠിച്ചുകൊണ്ട് എനിക്ക് ഇതിനകത്ത് ഇരിക്കാനൊക്കത്തില്ല. ഇപ്പം മുഴുവനും ഒരു ദിവസം അവനിക്ക് ഡിബേറ്റ് വെക്കാനും ഒക്കത്തില്ല. ആരായിരുന്നാലും എൻ്റെ ഒപ്പം ഡിബേറ്റിന് ഇരിക്കുന്നവർ എത്ര പോർഷനാണോ ആ പോർഷൻ തരിക. ആ പോർഷൻ പഠിക്കാനുള്ള സമയം അത് ഞാൻ ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ. അപ്പോഴും ഞാൻ പറയും, പൂർണ്ണമായി പഠിച്ചല്ല ഞാൻ വരിക. ഇപ്പോൾ ഒരു മാരേജിൻ്റെ ഒരു വ്യവസ്ഥകൾ ഇതാണ് അവർ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നെങ്കിൽ ആ വ്യവസ്ഥകളുമായിട്ട് ഞാൻ വരും. അതിൻ്റെ അപ്പ് ആൻഡ് ഡൗൺസ് എന്താണ് അതിൻ്റെ ഇതെന്നുള്ളത് കൃത്യമായി ഞാൻ മനസ്സിലാക്കിയ ശേഷം ഞാൻ വരും. അതിനകത്തെ മെറിറ്റും ഡീമെറിറ്റും ഞാൻ അവതരിപ്പിക്കുകയും ചെയ്യും. ഇത് ഞാൻ പറയുന്ന പ്രോമിസാണ്. അത് എൻ്റെ വാക്കുകളിലുള്ള എളിമയാണ്. അത് മനസ്സിലാക്കാൻ കോമൺ സെൻസ് വേണം. അതില്ലാത്തവരോട് അത് പറഞ്ഞിട്ട് കാര്യമില്ല. സോ അതിൻ്റെ പോയിന്റ്ലെസ് ആയിട്ട് നമ്മൾ കുറേ ഫൈറ്റ് കൂടിയിട്ടും കാര്യമില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ മൗനമായിരിക്കുന്നത്. പിന്നെ തെറിപ്പദങ്ങൾ ഉപയോഗിക്കുന്നു, അവരാരും തെറിപ്പദങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നാ പറയുന്നത്. നിങ്ങൾ ജാമിദ വിളിച്ച തെറി കേട്ടു, തേവി എന്ന് പറഞ്ഞു, തേവൻ്റെ അടിച്ചി എന്നുള്ള രീതിയിൽ എന്നെ തെറി വിളിച്ചത് നിങ്ങൾ കേട്ടില്ല. എനിക്കും എൻ്റെ മകനും, ഒരു അമ്മയും മകനും തമ്മിലുണ്ടാകുന്ന ബന്ധം എത്ര പുനിതമായിരിക്കണം, എത്ര പ്രഷ്യസ് ആയിരിക്കണം, അതിനെ അവഹേളിച്ചുകൊണ്ട് ആ സ്ത്രീ പറഞ്ഞു. അതെന്തുകൊണ്ടെന്നറിയാം? മതം വിട്ടതുകൊണ്ടാണ്. ഒരു മതത്തിൽ നിൽക്കുന്നവർക്ക് ആ വർത്തമാനം വരത്തില്ല. അപ്പോൾ അതവർ പറഞ്ഞു എന്നുള്ളതാണ് വസ്തുത. പിന്നെ ആരാണ്? ആരിഫ് ഹുസൈനോ? ആരിഫ് ഹുസൈൻ്റെ സൈഡിലേക്ക് നോക്കത്തില്ല. കമ്പാരിറ്റീവ്ലി ആരിഫ് ഹുസൈന് കുറച്ച് കഞ്ചാവ് അടിച്ചുള്ള വട്ടുണ്ടെന്നതിനപ്പുറം ലിയാഖത്ത് അലിയെ പോലെ ഒരു വിഷമല്ല ആരിഫ് ഹുസൈൻ ഞാൻ പറയും. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയാം. മുൻപും ഞാൻ ആരിഫ് ഹുസൈനുമായിട്ട് ഉടക്കാനോ ഒന്നിനും പോയിട്ടില്ല. സ്ത്രീ വിരുദ്ധത പറഞ്ഞു എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് ആരിഫ് ഹുസൈനെതിരെ ഞാൻ നിന്നത്. സുനിതാ ദേവദാസിനെ കിടന്നുകൊണ്ട് ഡിബേറ്റിന് വിളിച്ചു എന്നുള്ളതാണ് ഞാൻ കണ്ട തെറ്റ്. അതിനപ്പുറം ഒന്നുമില്ല. അവൻ്റെ സ്ത്രീ വിരുദ്ധത മാത്രമാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത്. അല്ലാത്ത പക്ഷേ എനിക്ക് അയാൾ പറയുന്നതിനോടൊന്നും എനിക്കൊരു യോജിപ്പുമില്ല വിയോജിപ്പില്ല. അവന് ഇഷ്ടമുള്ള പറഞ്ഞോട്ടെ. കഞ്ചാവ് അടിക്കുമ്പോൾ മനുഷ്യൻ പലതും പറയും, അതിനെല്ലാം നമ്മൾ ഉത്തരം കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആരിഫ് ഹുസൈൻ്റെയും ഇവൻ്റെയും കമ്പാരിസൺ നടത്താൻ ഞാൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പുറത്ത് മൊത്തം ഇസ്ലാമിക് വിഭാഗക്കാരൊക്കെ ഭയങ്കരമായിട്ട് ഫൈറ്റ് ബാക്ക് ചെയ്യുന്നു, അവർ ഭയങ്കരമായിട്ട് കിടന്ന് ബഹളം വെക്കുന്ന ഒരു അവസരത്തിൽ എനിക്ക് ഐക്യദാർഢ്യം പറഞ്ഞത് ആരിഫ് ഹുസൈനാണ്. നിങ്ങൾക്ക് കേസിന് വേണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രൊട്ടക്ഷൻ വേണോ, എന്തെങ്കിലും സപ്പോർട്ട് വേണോ എന്ന് ചോദിച്ചത് ആരിഫ് ഹുസൈനാണ്. അപ്പുറത്ത് ലിയാഖത്ത് അലി ഒരു വീഡിയോ ചെയ്തു. ആരും അവർക്ക് വേണ്ടി #, ഇടേണ്ടതില്ല, ഞാനും ഇടില്ല, ചീത്ത പറയുന്നവർക്ക് വേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അഗൻസ്റ്റായിട്ട് ഇസ്ലാമിയർക്കൊപ്പം നിന്നുകൊണ്ട് എന്നെ അടിക്കാൻ വടി കൊടുത്ത മോനാണത്. അവനാണ് തീവ്രവാദി എന്ന് ഞാൻ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല അവൻ ആരെയാണ് തീവ്രവാദി എന്ന് വിളിക്കുന്നതെന്ന്. അവനാണ് ഇസ്ലാം സമുദായത്തിനകത്ത് നിൽക്കുന്ന ഏറ്റവും വലിയ കുഴിത്തുരുമ്പ്. അവൻ അതിനകത്ത് നിൽക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് അവനാണ് ഈ കുത്തിത്തിരിപ്പ് അത്രയും ഉണ്ടാക്കുന്നത്. ഇപ്പോൾ അവനുള്ളിലുള്ള വിഷം പുറത്തേക്ക് വന്നത് നിങ്ങൾക്ക് കണ്ടോ? ഇപ്പോൾ ഈ 10 ദിവസം അടുപ്പിച്ചവൻ മുഹമ്മദ് നബിയെ അവഹേളിക്കും എന്നവൻ പറയുന്നുണ്ട്. എന്തിന്? ഞാൻ മുഹമ്മദ് നബിയുടെ കാര്യമല്ലോ പറഞ്ഞു. ഞാനൊരു മുഹമ്മദ് നബി സപ്പോർട്ടറാണോ? ഞാൻ വന്ന് മുഹമ്മദ് നബിയുടെ പുകഴ്ത്തലാണോ പറഞ്ഞത്? അല്ല. ഒരു മനുഷ്യൻ്റെ 5 ലക്ഷം രൂപ അവൻ വാങ്ങിയെടുത്തു, എന്തടിസ്ഥാനത്തിലാണെങ്കിൽ. പിന്നെ കുറേ അധികം കമൻസ് ഞാൻ കണ്ടു. കമൻസ് മുഴുക്കെ എന്താണ്?
കേസ് തള്ളിപ്പോകുന്നു. ആണോ? നിയമം നിങ്ങൾക്കേ അറിയുള്ളൂ. നിയമം അറിയുന്നവർ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയത്തില്ല. അതിൻ്റെ കാരണം കേസ് ഒരു കാരണവശാലും തള്ളിപ്പോകത്തില്ല. 5 രൂപ ഞാൻ ഒരാൾക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കത് തിരിച്ചു വേണമെന്ന് ഞാൻ ഡിമാൻഡ് ചെയ്താൽ അറ്റ് എനി കോസ്റ്റ് വിത്തൗട്ട് എനി എഗ്രിമെൻറ്റ് അങ്ങനെ ഒരു സംഗതി ഉണ്ടെങ്കിൽ, വെർബൽ എഗ്രിമെൻറ്റിലൊന്നും കോടതിയിൽ എടുക്കില്ല. അതിന് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാവും. അത് ഈ ഉസ്താദ് ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. ഒരു എഗ്രിമെൻറ്റും പുള്ളി ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. വെർബലാണ്. അതും പറഞ്ഞത് എന്താണ്? ഡിബേറ്റിന് വരിക, ഡിബേറ്റിൻ്റെ ഇനാമാണ് അത്. ഏകപക്ഷീയമായി ഞാൻ ഇതിൽ നിന്ന് പിന്തിരിയുന്നു എന്ന് പറഞ്ഞാൽ ആ പൈസ എടുക്കാമെന്നല്ല, അത് അയാൾക്ക് കൊടുക്കാൻ താല്പര്യമില്ല. സച്ച് ഇൻ കേസ് അങ്ങനെ ഒരു അവസ്ഥയിൽ അദ്ദേഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്ക് കംപ്ലൈൻ്റ് ഉണ്ട്, അദ്ദേഹത്തിന് മക്കളുണ്ട്, ഭാര്യയുണ്ട്, അവർക്ക് കംപ്ലൈൻ്റ് ഉണ്ട്. ആ പണം 100% തിരിച്ചു കൊടുത്തേ മതി. അതാണ് നിയമം. അതറിയാത്തത് യുക്തിവാദികളെന്ന് അഭിനയിക്കുന്ന തീട്ടസംഖ്യകൾക്കാണ്. അപ്പോൾ അതവിടെ നിന്നോട്ടെ. പിന്നെ തെറി വിളിയുടെ കേസ് ഹസൻ പറഞ്ഞത്, അതിനെയും കമൻസ് ഉണ്ട്. ഈ കമൻസിനെ ബേസ് ചെയ്താൽ ഞാനിത് ചെയ്യുന്നത്. പിന്നൊരു കമൻ്റ് ഉണ്ട്, എക്സ്ക്ലൂസീവ് കമൻറ്റ്. ഇത് ഞാൻ വായിക്കില്ല, നിങ്ങൾ തന്നെ വായിക്കാം. ഇതാണ് നിങ്ങൾ പറയുന്ന യുക്തിവാദം. യുക്തിവാദികൾ എന്ത് സംസാരിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കമൻറ്റ്. ഇത് ഇട്ടിരിക്കുന്നത് ഒരു ഇസ്ലാം നാമധാരിയാണ്. ഒരു കമൻറ്റ് ഇട്ടു. അത് യൂട്യൂബ് തന്നെ പ്രൊഹിബിറ്റ് ചെയ്തൊരു കമൻറ്റാണ്. അത് എന്നിലേക്ക് മാത്രമേ വരുള്ളൂ. ഞാൻ കണ്ട ശേഷം അപ്രൂവ് ചെയ്താൽ മാത്രമേ പബ്ലിക്കിൽ വരുള്ളൂ. മിക്കവാറും നിങ്ങളുടെ തോന്നിയാസൊക്കെ ഞാൻ പബ്ലിക്കിൽ അപ്രൂവ് ചെയ്ത് കൊടുക്കാറുണ്ട്, ഇറ്റ്സ് ഓക്കെ എന്നുള്ള രീതിയിൽ. പക്ഷേ ഞാൻ അപ്രൂവ് ചെയ്യാതെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവയ്ക്കുന്നത്. യു ക്യാൻ സീ ഇറ്റ്. ഇതാണ് എക്സ് മുസ്ലിം അഥവാ യുക്തിവാദം. എത്ര മുസ്ലിംസ് ഇങ്ങനെ കമൻ്റ് ഇടും? ഇതേ പേരും കൊണ്ട് പലയിടങ്ങളിൽ പോയി കമൻ്റ് ഇടുമ്പോൾ ഇത് ഇസ്ലാമിൻ്റെ തലയിലേക്ക് വരുന്നു. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇതിനെതിരെ സംസാരിക്കുന്നതും നിൽക്കുന്നതും. ഈ വിഷയത്തിൽ ലിയാഖത്ത് അലിയ പൈസ തിരിച്ചു കൊടുക്കുകയല്ലാതെ വേറെ മാർഗമില്ല എന്നുള്ളതാണ് വസ്തുത. മിണ്ടാതെ മൗനമായി ആ പണം തിരിച്ചു കൊടുത്താൽ പ്രശ്നം സോൾവ്ഡ്. ഇവിടെ ഡിബേറ്റില്ല, ഇവിടെ ഖുർആനില്ല, ഇവിടെ മുഹമ്മദ് നബിയില്ല, യാതൊന്നുമില്ല. ആ പൈസ തിരിച്ചു കൊടുക്കാതിരിക്കാൻ ഹസനെ പിടിക്കുന്നു, എന്നെ പബ്ലിക് ക്ലോസറ്റ് എന്ന് പറയുന്നു, പിന്നെ കക്കൂസ് കുഴി എന്ന് പറയുന്നു, സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്നു. അപ്പോൾ ഒരു സ്ത്രീ, എനിക്ക് സമൂഹത്തിൽ പ്രിവിലേജും പ്രസ്റ്റീജും ഒക്കെ ഉള്ളൊരു സ്ത്രീയാണ് ഞാൻ. കക്കൂസ് കുഴി എന്നൊക്കെ പറയുന്നത് ഒരു പ്രിവിലേജുള്ള ന്യായമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അതൊക്കെ അവർ സ്വന്തം മാതാവിനെ വിളിക്കേണ്ടതാണ്. അത് എന്നെ വിളിച്ചിട്ട് അവൻ തെറി വിളിച്ചില്ല എന്ന് പറയുന്നത് വല്ലാത്ത തരം ജ്ഞാനികൾക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഞാൻ റിപ്പീറ്റഡ്ലി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിനെതിരെ ശക്തമായി നിലകൊള്ളും, ശക്തമായി നടപടികളുമായി മുൻപോട്ട് പോകും, സമരവുമായി മുൻപോട്ട് പോകും. കാലം ഇത്രയായി യുക്തിവാദികൾ എന്ന് പറയുന്ന ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യം, നിരന്തരമായി ഇതുപോലുള്ള കാര്യങ്ങൾക്ക്, അതായത് ആശയപരമായ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് മതവാദികളെ ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. മതവാദികൾക്കെതിരെയാണ് യുക്തിവാദികൾ നിൽക്കുന്നത്. മതവാദികളാണോ അതോ യുക്തിവാദികളാണോ പ്രശ്നമെന്നുള്ളത് തെളിയിക്കാൻ നല്ലൊരു അവസരമാണ്. ഇവരാണ് കുഴപ്പം, ആശയമല്ല. ആമാശയമാണ് വലുതെന്ന് ഇവനെ പോലുള്ളവർ തെളിയിച്ചിട്ടുണ്ട്. എയ്താർ യുക്തിവാദികൾ ഇവനെ നീക്കി നിർത്തുക, അല്ലാച്ചാൽ ആ പണം ഞങ്ങൾക്ക് വാങ്ങിത്തരിക, എന്നിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ചേർത്ത് വെച്ചിട്ട് നിങ്ങൾ പുകഴ്ത്തോ ഒരു പ്രശ്നവുമില്ല. ആശയപരമായ സംവാദമല്ല ഇവിടെ നടക്കുന്നത്. ആമാശയപരമായ ഒരു തട്ടിപ്പിനെ ഞങ്ങൾ തുറന്നു കാണിക്കുകയാണ്. ഞങ്ങളുടെ അധികാരത്തിലുള്ള, ഞങ്ങളുടെ അവകാശപ്പെട്ട പണം മറ്റൊരാൾ കൊണ്ടുപോയി തിന്നുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അതിനെതിരെയാണ് ഈ സമരം. അത് തീർച്ചയായിട്ടും അതുമായിട്ട് മുൻപോട്ട് പോകും. നിങ്ങൾ എത്ര കമൻ്റ് ഇട്ട് തളർത്തിയാലും, എന്ത് പോക്കർത്തരം പറഞ്ഞാലും, സ്ത്രീ എന്ന രീതിയിൽ അധപ്പതിച്ചോ അവഹേളിച്ച് വർത്തമാനം പറഞ്ഞാലും പിന്തിരിയത്തില്ല. ഇതിൽ നിന്ന് മറ്റൊരു കാര്യം കൂടെ വ്യക്തമാണ്, നിങ്ങളുടെ ഉള്ളിലുള്ള ആ സ്ത്രീകളോടുള്ള വെറുപ്പ്. അപ്പം അവിടെയും തോറ്റത് മതവാദികളല്ല, നിങ്ങളാണ്. യുക്തിവാദികൾ എന്ന് അഭിനയിക്കുന്ന എച്ചിൽ മുസ്ലിമുകളും അങ്ങനെയുള്ള കുറേ തൊഴുമ്പുകെട്ട വർഗങ്ങളുമാണ് പ്രശ്നം. ഇസ്ലാമിയർക്കല്ല പ്രശ്നം എന്നിപ്പോൾ മനസ്സിലായില്ലേ? ചെറിയ വിഷയം കിട്ടിയാൽ തന്നെ ഹൈലൈറ്റ് ചെയ്ത് ഇസ്ലാമിയരെ ആക്രമിക്കുന്നത്, ഇസ്ലാമിയർ കുഴപ്പമെന്ന് പറയുന്നത് നിൻ്റെയൊക്കെ ഉള്ളിലുള്ള കുഴപ്പം കൊണ്ടാണ്. എക്സാമ്പിള്, സ്വന്തം പെറ്റ തള്ളയെ തെറി വിളിക്കുകയാണ് ആരിഫ് ഹുസൈൻ. ഏത് മതവാദി പെറ്റ തള്ളയെ തെറി വിളിച്ച് നിങ്ങൾ കണ്ട്? അത് മറ്റൊരു വിഷയമാണ്, എന്നാലും പറയാം. ഒരു അമ്മയെ വെട്ടിക്കൊല്ലുകയാണ്. ആരാണ്? എക്സ് മുസ്ലിമായ ഒരു പയ്യനാണ്. ആരാണ് അമ്മയെ അവഹേളിക്കുന്നത്? ആരാണ് പെണ്ണുങ്ങളെ തെറി വിളിക്കുന്നത്? ആരാണ് പെണ്ണുങ്ങൾക്ക് വൾഗർ മെസ്സേജ് അയക്കുന്നത്? ആരാണ് ഫ്രീ സെക്സിന് പ്രൊമോട്ടർ ആവുന്നത്? ആരാണ് ഇതൊക്കെ? നിങ്ങളാണ്. കള്ളും കഞ്ചാവും പെണ്ണും മോഷണവും, അതാണ് നിങ്ങളുടെ തൊഴിൽ. തെളിവാണ് ഞാൻ വെച്ചത്. തെളിവിന് മറുപടി പറയുന്നടാ, കൊണയടിക്കാതെ. ഷെഫീനെയാണ് ഇപ്പുറത്ത് നിൽക്കുന്നതെന്നുള്ള ഓർമ്മ വേണം. ഒരു കട്ടുകെട്ട ഒരു വിഷയത്തിലും മാറി നിൽക്കില്ല. ഒരു വിഷയം ഞാൻ എടുത്താൽ അതുകൊണ്ട് മുൻപോട്ട് തന്നെ. ഒരു കമൻറ്റിനും കൂടെ മറുപടി. ലാസ്റ്റ് എന്തായിരുന്നു കമൻറ്റ്? എനിക്ക് കമ്മീഷൻ ഉണ്ടാവുമെന്ന്. എനിക്ക് നല്ല കമ്മീഷൻ കിട്ടുന്നുണ്ട്. എവിടെ നിന്നറിയാം? യൂട്യൂബിൽ നിന്ന്. ഈ വീഡിയോ ഇട്ടാൽ ഇതിനൊരു റവന്യൂ ജനറേറ്റ് ആവാറുണ്ട്. ആ പൈസ എനിക്ക് കിട്ടാറുണ്ട്.
എൻ്റെ തൊണ്ട പൊട്ടിയിട്ടും ഞാൻ ഇരുന്നു കൊണ്ടത് പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന ആ ഇൻകം തന്നെയാണ് എൻ്റെ റവന്യൂ. അതിനപ്പുറം എനിക്ക് കമ്മീഷൻ കിട്ടുന്നുണ്ടെന്ന് നീ ചിന്തിച്ചാൽ എനിക്കൊരു ലൊടയുമില്ല, എന്ന് വെച്ചാൽ ഒരു KUNNയും ഇല്ല എന്നർത്ഥം. ഓക്കെ, അപ്പം ശരി, കാണാം.